ഒരു 50% നമ്മൾ കട്ട് ചെയ്ത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു പ്ലാന്റിന്റെ തൈ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ വിത്ത് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് പൂക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കായ്ക്കാനോ ഒക്കെ ചിലപ്പോൾ സമയം എടുത്തെന്ന് വരും, ചിലപ്പോൾ അത് കായ്ച്ചില്ല എന്നും വരും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറപ്പായും അതിൻ്റെ കായ്ഫലം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തൈ ഉൽപ്പാദിപ്പിക്കാനും പറ്റുന്ന ഒരു മെത്തേഡാണ് എയർ ലെയറിങ്. എയർ ലെയറിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മദർ പ്ലാന്റിൻ്റെ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളോട് കൂടിയ തൈ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ ആയിട്ടിരിക്കുന്ന ചില ചെടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തൈ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എയർ ലെയറിങ്. അപ്പോൾ എയർ ലെയറിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എയർ ലെയറിങ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ചെറുനാരകത്തിലെ എയർ ലെയറിങ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഓൾറെഡി എയർ ലെയറിങ് ചെയ്ത തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേരൊക്കെ വന്നിരിക്കുക, അത് ഞാൻ കാണിച്ചു തരാം. എയർ ലെയറിങ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഷീറ്റ് എടുക്കുക. അതേപോലെ തന്നെ ചകിരിച്ചോറ് നല്ല രീതിയിൽ നനച്ചെടുക്കുക. ഞാൻ ചകിരിച്ചോറ് എടുത്തേക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് ഉപയോഗിക്കാം. ഇത് എയർ ലെയറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചകിരിച്ചോറ് അല്ലെന്നുണ്ടെങ്കിൽ മണ്ണ് നല്ല രീതിയിൽ നനച്ചെടുക്കുക. പിന്നെ നമുക്ക് ജസ്റ്റ് ഇത് കെട്ടാൻ വേണ്ടിയിട്ട് 2 ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ 2 കയറുകൾ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എയർ ലെയറിങ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ സ്റ്റെമ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിന് കളർ ചേഞ്ച് ആയ ഒരു കമ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു തളിരോ അങ്ങനെയുള്ള ഒരു കമ്പ് ഒന്ന് സെലക്ട് ചെയ്യാതെ ഒരല്പം പ്രായമായിട്ടുള്ള ഒരു കമ്പ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എയർ ലെയറിങ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത കമ്പിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഇതിൻ്റെ കുറച്ച് സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഒരു റൗണ്ട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ട് അടുത്തായിട്ടും ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത്രയും സ്കിന്ന് ഇതിൻ്റെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. നമ്മളിതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിലെ തണ്ടിൽ കൊള്ളാതെ സ്കിന്ന് മാത്രം നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് നോക്കണം. ഈ ചെറുനാരകത്തിൽ ചെയ്യാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം അതിനകത്ത് നല്ല മുള്ളുകളാണ്. അതിങ്ങനെ കയ്യിൽ കൊണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ചെറുനാരകത്തിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിതിൻ്റെ സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പ്ലാസ്റ്റിക്കിനകത്തേക്ക് നമുക്ക് ആ ചകിരിച്ചോറ് വയ്ക്കാം. നമ്മൾ നേരത്തെ കാണിച്ച ചകിരിച്ചോറ് നനച്ചത് നമ്മൾ എടുത്ത് ഈ സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കുക. നമ്മളൊരു കവറിൻ്റെ സഹായത്തോടെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ട് കവർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് വലിഞ്ഞ് മുറുക്കി വയ്ക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പ്ലാസ്റ്റിക് കയറുകൊണ്ട് നന്നായി കെട്ടിക്കൊടുക്കുക. 2 വശവും കെട്ടണം. ഒരു വശം കെട്ടി നല്ല രീതിയിൽ തന്നെ ഈ ചകിരിച്ചോറ് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക.
അപ്പം എന്താ ഇങ്ങനെ ഇരിക്കുക. ഇതിനുള്ളിൽ ഇതിൻ്റെ കാണുന്ന ഉള്ളിലാണ് നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്ത സ്ഥലം വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഇതിൻ്റെ ഒരു പകുതി പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വിടണം. ഇതിൻ്റെ അതായത് നമ്മൾ എയർ ലെയറിങ് ചെയ്തതിൻ്റെ താഴ്ഭാഗമായിട്ട് ഈ മാതൃസസ്യത്തിൻ്റെയും എയർ ലെയറിങ് ചെയ്തതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഒരു 50% നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കണം. ഇത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് മാറ്റരുത്. അപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഓൾറെഡി വേരുകൾ ചെറുതായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെടി ഇവിടെ വിചാരിക്കും ഇതിന് ഈ ഒരു സ്ഥലത്ത് നിന്ന് ആവശ്യമായ വെള്ളവും വളങ്ങളും ഒക്കെ കിട്ടും എന്ന് കരുതി ഇവിടെ നിന്ന് ഒരുപാട് വേരുകളൊക്കെ പൊട്ടിമുളച്ച് വരും. അപ്പം ഞാൻ അങ്ങനെ ഓൾറെഡി എയർ ലെയറിങ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഈ ചെടിക്കകത്ത് അത് ചെയ്തിട്ട് കുറേ ദിവസമായിരുന്നു, ഏകദേശം 1 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു. നമുക്കിത് ജസ്റ്റ് അഴിച്ചു നോക്കാം. ഇതിനകത്ത് ഓൾറെഡി വേര് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി നടാം. ഇതിനകത്ത് നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി നടാം. നമുക്ക് ഈ കൂടക്കകത്തോട്ട് നമുക്ക് മാറ്റി നടാം. ഇനിയും ഒരു 2 ആഴ്ചയെങ്കിലും തണലത്ത് സൂക്ഷിക്കുക. നല്ല രീതിയിൽ നന കൊടുത്ത് നമുക്ക് ഈ തൈയെ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈ എയർ ലെയറിങ്ങിലൂടെ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കുക. ഇത് 100% നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക്